ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്നാൽ വാട്സപ്പിലുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വാട്സപ്പിലുള്ള നല്ല അടിപൊളി കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. വാട്സപ്പിൽ നമുക്ക് പലരും വോയിസ് മെസ്സേജസ് എല്ലാം അയക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉള്ളപ്പോഴോ അല്ലെങ്കിൽ മറ്റു പലരുമുള്ള സമയത്തെല്ലാം നമുക്ക് ഇത്തരത്തിൽ വരുന്ന വോയിസ് മെസ്സേജസ് ഇത് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കാറില്ല. കാരണം നമ്മൾ ഇപ്രകാരം പ്ലേ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കൂടി കേൾക്കുമെന്നത് കൊണ്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്യാറില്ല. എന്നാൽ ഇത്തരത്തിൽ വന്നിരിക്കുന്ന വോയിസ് മെസ്സേജസ് മറ്റുള്ളവർ കേൾക്കാതെ നിങ്ങൾക്ക് മാത്രമായി എങ്ങനെ കേൾക്കാൻ സാധിക്കും? ഇതിനായി നമുക്കൊരു ട്രിക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന് നമ്മൾ ഹെഡ്സെറ്റോ ഹെഡ്ഫോണൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വന്നിരിക്കുന്ന വോയിസ് മെസ്സേജ് പ്ലേ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെവിയിലേക്ക് പിടിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ചെവിയിലേക്ക് പിടിക്കുമ്പോൾ ഈ ഒരു സൗണ്ട് ഇത് പുറത്തേക്ക് കേൾക്കാതെ നിങ്ങൾക്ക് മാത്രമായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വോയിസ് മെസ്സേജ് കേൾക്കുക. അതിനാൽ തന്നെ ഇത് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു ട്രിക്ക്, നിങ്ങൾക്ക് വാട്സപ്പിൽ ആർക്കെങ്കിലും മെസ്സേജ് എല്ലാം അയക്കണോ? എന്നാൽ അതിനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നിവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും മെസ്സേജിൽ ഒന്നും ടൈപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ അവർക്കൊരു നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്യുകയും എന്നാൽ ഇതിൽ കണ്ടന്റ് ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല. എങ്ങനെയാണ് ഇത്തരത്തിൽ മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഗൂഗിൾ പോയതിനു ശേഷം മെസ്സേജ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്രകാരം നിങ്ങൾ മെസ്സേജ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ emptycharacter.com എന്ന ഒരു സൈറ്റ് വരും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ മെത്തേഡ് 1 കോപ്പി വിത്ത് എ ബട്ടൺ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിന് താഴെയായി കോപ്പി ടു ക്ലിക്ക് ബോർഡ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അവരുടെ ചാറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്രകാരം പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്നും ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. എന്നാൽ ഇതിൽ കണ്ടന്റ് ഒന്നുമില്ല. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം മെസ്സേജ് അയക്കാം. ഇനി അടുത്തതായി പറയുന്ന ഒരു അടിപൊളി ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറേ മെസ്സേജസ് എല്ലാം വരുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നും ആരുടെയെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണം. എന്നാൽ അവർക്ക് ബ്ലൂ ടിക്ക് പോവാനും പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ അയച്ച മെസ്സേജ് അവർ അറിയാതെ റീഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് നമ്മുടെ വാട്സപ്പ് സ്ക്രീനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ മുകളിലായി എനിക്ക് 4 മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു മെസ്സേജസ് ഇവിടെ വായിക്കണമെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാതെ എങ്ങനെയാണ് വായിക്കുക എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ സെർച്ച് ഓപ്ഷനിൽ പോവുക. അതിനുശേഷം ഈ കോണ്ടാക്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അതായത് ABC എന്നാണ് ഈ കോണ്ടാക്റ്റ് ഉള്ളത്. അപ്പോൾ ABC എന്ന് ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്തു. ഇനി താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ 4 മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. താഴെയായി ഇവിടെ വന്നിട്ടുണ്ട്, ഫ്രീ ആകുമ്പോൾ വിളിക്കണേ, എന്തൊക്കെയുണ്ട്, നാളെ ഈവനിങ് മാരേജിന് പോകുന്നുണ്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഇപ്രകാരം ആരാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത് അവരുടെ പേര് അതുപോലെ ടൈപ്പ് ചെയ്ത് അവർ അയച്ചിരിക്കുന്ന മെസ്സേജ് എല്ലാം റീഡ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്